നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ റാഫീഞ്ഞയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് അദ്ദേഹം കളിക്കാനിറങ്ങുമോ? ആരാധകരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം വരാനുള്ള കാരണം, കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തെ പിൻവലിച്ചിരുന്നു. അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പിന്നെ ഹൻസി ഫ്ലിക്ക് പറഞ്ഞത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം ടയേർഡായി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ലഗാനസിനെ നേരിടാനുള്ള ഈ ഒരു ഘട്ടത്തിൽ റാഫീഞ്ഞയെക്കുറിച്ച് ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇന്നലെ അദ്ദേഹത്തോട് ചോദിച്ചു റാഫീഞ്ഞ കളിക്കുമോ. ഇന്നലെയാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ റാഫീഞ്ഞയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. ഇന്നലത്തെ കാര്യം പറയുകയാണ്, ബർത്ത്ഡേ ആണിന്ന്. ആൻഡ് ഹോണസ്റ്റ്ലി ഞാൻ അദ്ദേഹത്തെ വെരി ഷാർപ്പ് ആൻഡ് ഫ്രഷ് സ്റ്റേറ്റിലാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഫുൾ ഓഫ് പോസിറ്റീവ് എനർജി അദ്ദേഹത്തിനുണ്ട്. പിന്നെ കളിപ്പിക്കുമോ എന്നുള്ളൊരു തീരുമാനത്തിൽ അത് നാളെ എടുക്കൂ. എന്നാൽ ഇന്നാണ് തീരുമാനം എടുക്കുക അദ്ദേഹം ഇന്നലെ പറയുകയാണ്. കളിപ്പിക്കുമോ എന്നുള്ള തീരുമാനം ഐ വിൽ ടോക്ക് ടു ഹിം ടുമാറോ, അതിനുശേഷം ഞാൻ തീരുമാനമെടുക്കും. ഇതുവരെ ഞാൻ എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ റാഫീഞ്ഞയോട് ഇന്ന് സംസാരിച്ചിട്ടൊരു തീരുമാനമെടുക്കും. കളിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കോച്ചിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ അദ്ദേഹം 100% ഫിറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. അതാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നത്. റാഫീഞ്ഞ മിന്നും ഫോമിലാണ് ഇപ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കുതിപ്പിന് പിന്നിലെ പ്രധാനപ്പെട്ട ചാലകശക്തി അത് റാഫീഞ്ഞയാണ് എന്നെല്ലാവർക്കും അറിയാം. അത്തരമൊരു ഘട്ടത്തിൽ അദ്ദേഹത്തെ അവൈലബിൾ ആവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ മത്സരം ലഗാനസിനെതിരെ രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30 കളി. ഈ കളിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ റയൽ മാഡ്രിഡ് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തതുകൊണ്ട് ബാഴ്സയ്ക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, 1 പോയിൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയിൽ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാതിരിക്കുക, വിജയിച്ച് കയറുക. അങ്ങനെയെങ്കിൽ അവരുടെ ആനുകൂല്യം അവർക്ക് നിലനിർത്താൻ പറ്റും. ആ അർത്ഥത്തിൽ ബാഴ്സയ്ക്ക് ഇത് പ്രധാനപ്പെട്ട മത്സരമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.